വിശ്വാസികൾക്ക് ദൈവത്തെ ഭയമാണ്. ജീവിതത്തിൽ നേർവഴിക്ക് നടക്കാൻ ഭക്തനെ പ്രേരിപ്പിക്കുന്നത് ഈ ഭയം കൂടിയാണ്. എന്നാൽ ചില പൂജാരിമാർക്ക് ദൈവത്തെ പോലും പേടിയില്ല. മാത്രമല്ല, ദൈവത്തെ വിറ്റു കാശാക്കുകയാണിവർ. ഭക്തർ പൂജിക്കാൻ നൽകുന്ന വിലപിടിപ്പുള്ള രത്നമോതിരങ്ങളും തകിടുകളും ഏലസുകളും പണയം വെച്ചിരിക്കുകയാണ് പൂജാരിമാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിലാണ് സംഭവം. ഭക്തർ പൂജിക്കാനായി നൽകുന്ന ഇത്തരം വിലപിടിപ്പുള്ള സാധനങ്ങൾ ക്ഷേത്രത്തിന് പുറത്തേക്ക് കടത്തി പണയം വയ്ക്കുകയും വിൽക്കുകയുമാണ് പൂജാരിമാരുടെ പതിവ്. പ്രവാസി മലയാളി കുടുംബം പൂജിച്ച് നൽകാൻ ഏൽപ്പിച്ച 1.5 ലക്ഷം രൂപയുടെ നവരത്ന മോതിരം പണയം വെച്ച സംഭവത്തിൽ കഴിഞ്ഞ ദിവസം ഒരു പൂജാരിയെ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തിരുന്നു. വൈക്കം ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസ് പരിധിയിലെ തിരുമൂഴിക്കുളം ദേവസ്വം മേൽശാന്തി വിനീഷിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ജ്യോതിഷ വിധി പ്രകാരം ഭക്തർ ജന്മനക്ഷത്രക്കല്ല് പതിപ്പിച്ച മോതിരങ്ങളും ഏലസും തകിടും പൂജിക്കാൻ കൊടുക്കുന്നത് പതിവാണ്. ദേവസ്വം ബോർഡിൻ്റെ വലിയ ക്ഷേത്രങ്ങൾക്ക് പുറമെ ചെറിയ ക്ഷേത്രങ്ങളിലും ഇത്തരം സാധനങ്ങൾ പൂജിച്ച് നൽകാറുണ്ട്. പൂജ ചെയ്യാൻ കുറഞ്ഞത് 21 ദിവസമെങ്കിലും വേണമെന്നും അതിനുശേഷം പൂജിച്ച ഏലസോ മോതിരമോ തകിടോ നൽകാമെന്നും ഭക്തരോട് പൂജാരിമാർ പറയാറാണ് പതിവ്. ഇത് വിശ്വസിച്ചു പോകുന്ന ഭക്തരെയാണ് പൂജാരിമാർ പറ്റിക്കുന്നത്. ഭക്തർ നോക്കി നിൽക്കെ തന്നെ തകിടും ഏലസും മോതിരങ്ങളും ക്ഷേത്രത്തിൻ്റെ അണിയറയിലേക്ക് പൂജാരിമാർ കൊണ്ടുവയ്ക്കും. അതവിടെ ഇരിക്കുമെന്നും പൂജ കൃത്യമായി ചെയ്ത് 21-ാം നാൾ അത് തിരികെ എടുക്കാമെന്നും വിശ്വസിപ്പിച്ച് ഭക്തരെ മടക്കി അയക്കും. ഇവർ പോകുന്നതിന് പിന്നാലെ ഈ സാധനങ്ങൾ അണിയറയ്ക്കുള്ളിൽ നിന്നും പൂജാരിമാരുടെ ബാഗുകളിലേക്ക് മാറ്റും. പൂജയൊക്കെ കഴിഞ്ഞ് മടങ്ങുന്ന വഴിയിലോ അടുത്ത ദിവസമോ ഇവർ ഈ സാധനങ്ങൾ പണയം വയ്ക്കുകയോ വിൽക്കുകയോ പതിവ്. പൂജാരി പറഞ്ഞ ദിവസം ഭക്തർ ക്ഷേത്രത്തിലെത്തും. ഈ സമയം പൂജ പൂർത്തിയായിട്ടില്ലെന്നും കുറച്ച് ദിവസം കൂടി അതവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് തിരിച്ചയക്കും. എന്നാൽ വിദേശത്തുള്ള ചിലരാകട്ടെ തിരിച്ചു പോകേണ്ടതിനാൽ ഉടൻ തന്നെ അത് പൂജിച്ചു തരാൻ ആവശ്യപ്പെടും. അപ്പോഴാണ് പൂജാരിമാർ ഇരുട്ടിൽ തപ്പുന്നത്. ക്ഷേത്രത്തിനകത്ത് മുഴുവൻ നോക്കിയിട്ടും സാധനം കണ്ടില്ലെന്നും നോക്കിയെടുത്ത് വയ്ക്കാമെന്നും പറഞ്ഞ് അവരെ മടക്കി അയക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. പൂജിക്കാൻ വന്നവരിൽ ആരെങ്കിലും പ്രശ്നക്കാരാണെങ്കിൽ അവർ നൽകിയ സാധനത്തിൻ്റെ വ്യാജ സാധനങ്ങളും നൽകാറുണ്ടെന്ന ആരോപണവും ശക്തമാണ്. എന്നാൽ ഇതിൻ്റെ മാറ്റു നോക്കാൻ അവർ മെനക്കെടാറില്ല. പൂജിച്ച് നൽകിയ സാധനമായതുകൊണ്ടാണ് അവർ അത് നോക്കാത്തത്. മാത്രമല്ല, പൂജാരി ചില നിർദ്ദേശങ്ങളും അത് വാങ്ങാനെത്തുന്ന ഭക്തർക്ക് നൽകാറുണ്ട്. സംസാരിക്കാതെ വേണം ഇത് ധരിക്കേണ്ടതെന്നും ഇത് ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഊരി മാറ്റരുതെന്നും നിർദ്ദേശിക്കാറുണ്ട്. ദൈവസന്നിധിയിൽ നിന്നും പൂജാരി പറയുന്ന വാക്കുകൾ അതേപടി അനുസരിക്കുക മാത്രമാണ് ഭക്തർ ചെയ്യുന്നത്. ഈ തട്ടിപ്പുകൾ അടുത്തിടെ തുടങ്ങിയതല്ലെന്നാണ് ദേവസ്വം ബോർഡിലെ വിജിലൻസ് വിഭാഗം പറയുന്നത്. തട്ടിപ്പ് സംബന്ധിച്ച പരാതികൾ വളരെ കുറവാണ്. അതിനാലാണ് അന്വേഷണം നടക്കാത്തതെന്നും അവർ കലാകൗമുദിയോട് പറഞ്ഞു. വൈക്കത്തെ തിരുമൂഴിക്കുളം ദേവസ്വം ബോർഡിലെ പൂജാരിയെ കയ്യോടെ പൊക്കിയത് നവരത്ന മോതിരം പൂജിക്കാൻ നൽകിയ പ്രവാസിയായിരുന്നു. ദുബായിൽ ജോലി ചെയ്യുന്ന പറവൂർ സ്വദേശിയും കുടുംബവുമാണ് മേൽശാന്തിയെ മോതിരം ഏൽപ്പിച്ചത്. 21 ദിവസത്തെ പൂജ ചെയ്യുന്നതാണ് കൂടുതൽ ഉത്തമമെന്ന് പൂജാരി അവരെ വിശ്വസിപ്പിച്ചു. ഒടുവിൽ പ്രവാസി മലയാളിക്ക് ദിവസങ്ങൾ നീണ്ട പൂജകളുടെ പൂവും ചന്ദനവും മാത്രമാണ് പ്രസാദമായി പട്ടിൽ പൊതിഞ്ഞു നൽകിയത്. മോതിരം കൈമോശം വന്നു എന്നാണ് പൂജാരി പറഞ്ഞത്. പ്രവാസിയും കുടുംബവും ദേവസ്വം കമ്മീഷണർക്ക് പരാതി നൽകിയതോടെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മോതിരം പണയം വെച്ചെന്നും മേൽശാന്തി സമ്മതിച്ചു. അന്വേഷണത്തിനിടെ മേൽശാന്തി മോതിരം കുടുംബത്തിന് തിരികെ നൽകിയിരുന്നു. ഭക്തരുടെ വിശ്വാസത്തെയാണ് ഇവിടെ പൂജാരിമാർ തട്ടിപ്പിനായി മുതലെടുക്കുന്നത്. ഓരോ സാധനവും പൂജിക്കുന്നതിന് ഓരോരോ കാലാവധിയാണ് ഭക്തർക്ക് പൂജാരിമാർ നൽകുന്നത്. അത് കഴിഞ്ഞു നൽകുന്ന സാധനങ്ങൾ തങ്ങൾ വാങ്ങിയതിന് സമാനമായതിനാൽ പലരും സംശയം പ്രകടിപ്പിക്കാറില്ല. ഇത് മുതലാക്കിയാണ് പൂജാരിമാർ വ്യാജ സാധനങ്ങൾ പൂജിച്ചെന്ന പേരിൽ നൽകുന്നത്. നവരത്നങ്ങൾ പോലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ പൂജയ്ക്കായി നൽകുന്നത് സമൂഹത്തിലെ ഉന്നതരാണ്. വജ്രമോതിരങ്ങളും പൂജയ്ക്കായി നൽകാറുണ്ട്. ഇവരിൽ പലരും പൂജിക്കാൻ നൽകിയ സാധനങ്ങൾ കിട്ടിയില്ലെങ്കിൽ പരാതി നൽകാൻ മെനക്കെടാറില്ലെന്നതാണ് സത്യം. പ്രത്യേക രസീതുകൾ നൽകിയാണ് ഇത്തരം സാധനങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങൾ പൂജിക്കുന്നത്. അതിനുള്ള തുക ഭക്തർ കൃത്യമായി അടയ്ക്കുകയും ചെയ്യും. അതിനു പുറമെ പൂജാരിമാർക്കും ദക്ഷിണയായി നല്ലൊരു തുക ഭക്തർ നൽകാറുണ്ട്. വിലപിടിപ്പുള്ള സാധനങ്ങൾ പൂജിക്കാനായി കൊണ്ടുവരുന്നവരുടെ വിശ്വാസം പിടിച്ചുപറ്റാനും പൂജാരിമാർക്ക് പൊടിക്കൈകളുണ്ട്. അവർ വരുമ്പോൾ പ്രത്യേക തരത്തിലാവും പ്രസാദം നൽകുക. അതിനു പുറമെ അവരുടെ പ്രശ്നങ്ങളെല്ലാം ക്ഷമയോടെ കേട്ട ശേഷം പ്രതിവിധികളും നിർദ്ദേശിക്കും. ഇതൊക്കെ കൃത്യമായി പാലിച്ച് തകിടോ ഏലസോ മോതിരമോ പൂജിച്ച് കെട്ടാനും അവർ നിർദ്ദേശിക്കും. ക്ഷേത്ര സന്നിധിയിൽ നിന്നും പറയുന്ന കാര്യങ്ങളായതിനാൽ പലരും ഇത് വിശ്വസിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ 1250 ക്ഷേത്രങ്ങളിൽ നിത്യവും ഉപയോഗിക്കുന്ന സ്വർണ്ണാഭരണങ്ങളുണ്ട്. ഇവയുടെ തൂക്കം കുറഞ്ഞിട്ടുണ്ടെന്നും മിക്ക സ്വർണവും പിച്ചളയായി മാറിയിട്ടുണ്ടെന്നും ആരോപണമുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ മേജർ ക്ഷേത്രങ്ങളിലാണ് ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുള്ളത്. ആഭരണങ്ങളിൽ പലതും പണയം വെച്ചിട്ടുണ്ടെന്നാണ് സൂചന.